സമസ്തയല്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും ഞാൻ വെല്ലുവിളിക്കുന്നു. ജിൻഡോ ജോൺ നിങ്ങളെ കൊണ്ടും PMC ഒപ്പിടിക്കും. ഗവൺമെന്റിനോട് പണം വാങ്ങുന്നുവെങ്കിൽ മോഡിയുടെ പണം വെക്കേണ്ടി വരും. ഒപ്പിടുമോ ഇല്ലയോ എന്ന ചോദ്യം താങ്കളും ഞാനും ചോദിച്ചു. താങ്കൾക്ക് ഉത്തരം കിട്ടിയോ? എനിക്കൊന്നും മനസ്സിലായില്ല. ശ്രീ TP ജയചന്ദ്രൻ, ഇത് ഓരോ വർഷം കഴിയും തോറും അതല്ലെങ്കിൽ ഓരോ ഘട്ടം കഴിയും തോറും കൂടുതൽ രൂക്ഷമാവുകയാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് ലോക് ഭവനുമായി നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി, നിയമ പോരാട്ടങ്ങൾ ഉണ്ടായി, സുപ്രീം കോടതി വരെ കേസ് നടത്തി, ഇടയ്ക്ക് ഒത്തുതീർപ്പുകൾ ഉണ്ടായി. അങ്ങനെ നേരത്തെ ഇവിടെ ജിൻഡോ സൂചിപ്പിച്ചതുപോലെ ഒരു VC ഞങ്ങൾക്കെങ്കിൽ ഒരു VC അങ്ങേക്ക് എന്ന നിലയിൽ, അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അല്ല മറിച്ച് ഡിജിറ്റൽ സർവകലാശാലയുടെയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും VCമാരെ തീരുമാനിക്കുമ്പോൾ സർക്കാർ താല്പര്യത്തിൽ ഒരു VC, ഗവർണർ താല്പര്യത്തിൽ ഒരു VC എന്നുള്ള നിലയിൽ പങ്കുവെക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിലയ്ക്ക് ഇപ്പോൾ താങ്കൾ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ വലിയ ബേജാറൊക്കെ പറഞ്ഞു, സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്, കുട്ടികൾ നാടുവിടുകയാണെന്നൊക്കെ. ഈ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് മാത്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉപയോഗിക്കുന്നത് ലോക് ഭവൻ കൂടിയാണ്, മാറി മാറി വരുന്ന ഗവർണർമാർ കൂടിയാണ്. അതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നോ രാജേന്ദ്ര ആർലേക്കർ എന്നോ ഉള്ള വ്യത്യാസമില്ല. പരമാവധി ആശയ അടിത്തറ ഞങ്ങളുടേതായ ആളുകൾ അവിടെ വരട്ടെ, അതിനുശേഷം പിന്നെ നിയമ പോരാട്ടം, ചക്കളത്തി പോരാട്ടം, ട്രൂസ്, ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാണ്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഇനി അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കാണോ? അഭിലാഷിനെ പോലുള്ള ചെറുപ്പക്കാർ ജീവിതത്തിന്റെ നല്ല നാളുകൾ മുഴുവൻ പോരാടിയത് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന വിപ്ലവത്തിനും മാറ്റത്തിനൊക്കെ വേണ്ടിയല്ലേ? ലോക ചരിത്രത്തോളം പഴക്കമുള്ളതല്ലേ ഈ പോരാട്ടങ്ങളും എതിരഭിപ്രായങ്ങളും സംഘർഷങ്ങളും വിയോജിപ്പുകളും ഒക്കെ. അതിൻ്റെ ആത്യന്തികമായി വിജയമുള്ളത് അർഹതപ്പെട്ടതിൻ്റെ അതിജീവനമല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് താങ്കളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സംഘപരിവാർ നോമിനി എന്ന്. ഞാൻ അഭിലാഷോട് ചോദിക്കുന്നു, എന്താണ് അഭിലാഷ ഈ സംഘപരിവാർ നോമിനി എന്ന് പറഞ്ഞാൽ? അങ്ങനെ സംഘപരിവാർ യോഗ്യതയുള്ള ഒരാൾക്ക് ഇന്ത്യ രാജ്യത്ത് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ അഭിലാഷ്, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വെക്കല്ല. അല്ല ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ സംഘപരിവാർ എന്ന് പറയുന്നവർക്ക് ഇന്ത്യ രാജ്യത്ത് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിക്കുന്നതിന് എന്തെങ്കിലും വിലക്ക് ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടോ അഭിലാഷേ? അങ്ങനെ രാഷ്ട്രീയമായിട്ട് അഭിലാഷമില്ലാത്ത ബന്ധങ്ങളില്ലാത്ത എത്രയാള് അങ്ങനെ കേരളത്തിൽ താങ്കൾ ഈ പറയുന്ന മാതിരി വന്നിട്ട്, അപ്പൊ നിങ്ങളെപ്പോലുള്ളവർക്ക് അഭിലഷണീയമാണെങ്കിൽ അത് ശരിയാണെന്നും അല്ല, അങ്ങനെ അല്ല, ഞാനത് വിശദീകരിക്കാം. ഞാനൊന്ന് വിശദീകരിക്കാം. നിങ്ങൾ പറഞ്ഞതിന്റെ എന്റെ വിശദീകരണം കേട്ടിട്ട് നിങ്ങളൊന്ന് പറയൂ. ഇന്ത്യ രാജ്യത്തിന്റെ ഗവർണർമാർ, രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ, 1300-ലധികം MLA മാർ, ഏറ്റവും കൂടുതൽ MP മാർ, ഇവരൊക്കെ ഈ രാജ്യത്തെ സംഘപരിവാർ നോമിനിയാണ് അഭിലാഷേ. അവർക്ക് ഇന്ത്യ രാജ്യത്തെ പദവികൾ വഹിക്കുന്നതിന് അയോഗ്യതയില്ല. മറിച്ച് അവർക്ക് അയോഗ്യതയുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനും തിരുത്താനും ഈ രാജ്യത്ത് കോടതികളുണ്ട്. മറിച്ച് നോക്കൂ, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു എന്താ അളക്കപ്പെടുന്നതിനാൽ നിങ്ങൾ അളക്കാൻ, എന്തുകൊണ്ടാണോ അളക്കുന്നത് അതിനാൽ നിങ്ങൾ അളക്കപ്പെടും. ഇവിടെ അതല്ല അഭിലാഷേ നടക്കുന്നത്. വിസർജ്യം തിരിച്ച് കഴിക്കുകയല്ലേ. ഈ ഇരു കൂട്ടരും ഇന്നലെ വരെ എന്തിനെയൊക്കെ എതിർത്തുവോ അവസരം കിട്ടിയപ്പോൾ അതൊക്കെ പറഞ്ഞു. ഇവിടെ ജിൻഡോ ജോൺ പറയുന്നത് കേട്ടു, ഞങ്ങൾ PMC പദ്ധതിക്ക് എതിരാണ്. ജിൻഡോ ജോൺ എതിരായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, DK ശിവകുമാർ എതിരാണോ? രാഹുൽ ഗാന്ധി എതിരാണോ? നിങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും മുഖ്യമന്ത്രി എതിരാണോ? ഇപ്പോൾ നിങ്ങൾക്കെതിരാണ്. കാരണം ഇന്ന് സമസ്തയുടെ പുസ്തകത്തിൽ ലേഖനം വന്നിരിക്കുന്നു, കടലാസിൽ വന്നിരിക്കുന്നു. കാരണം ഇന്ത്യ രാജ്യത്തെ മറ്റൊരു കോൺഗ്രസിനെയും നിങ്ങൾ ഈ പറയുന്ന മാതിരി ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും PDPയും SDPയും നിയന്ത്രിക്കുന്നില്ല. ഭരണകൂടവും രാഷ്ട്രീയത്തിൽ നിന്നും മതങ്ങൾ വേറിട്ട് നിൽക്കണമെന്ന് പറയുന്നവനെ തിട്ടൂരം കൊടുക്കുന്നത് മതവർഗീയ പാർട്ടികളുടെ കൂടാരത്തിൽ നിന്നാണ്. അതുകൊണ്ട് VD സതീശനുള്ള അഭിപ്രായവും നേരിട്ട് പറയാൻ പറ്റില്ല. ജിൻഡോ ജോണിന് പറയുന്ന മാതിരിയിൽ DK ശിവകുമാർ പറഞ്ഞിട്ടില്ല. അങ്ങ് ഇന്ത്യ രാജ്യത്തെ ഒരു കോൺഗ്രസ് സർക്കാരും PMC പദ്ധതിയെ വിമർശിക്കാനുള്ള തന്റെ ഇടവും നട്ടല്ലും കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിന് ഓരം ചേർന്ന് നടക്കുകയാണ്. കേരളത്തിൽ മാത്രം വന്ന് ഈ രണ്ട് കൂട്ടരും ഈ രാജ്യത്തെ ജനങ്ങളെ കുറെ കാലമായി അഭിലാഷെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അധികാരം കിട്ടുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ ഓരോന്നും അവർ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പകരം ഞാൻ അഭിലാഷോട് എന്തൊക്കെ വിയോജിപ്പ് ഞങ്ങളെ കുറിച്ച് ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം അഭിലാഷെ, ഏത് നിലപാടാണ് BJP തിരുത്തിയത്? നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ എതിർപ്പിനെ ഭയന്ന് ഏത് നിലപാടാണ് BJP തിരുത്താൻ തയ്യാറായത്? 370-ാം വകുപ്പ്, മുത്തലാഖ്, മതേതരത്വം, യൂണിഫോം സിവിൽ കോഡ്, ജനതാ പാർട്ടി അല്ലെങ്കിൽ ജനസംഘം ഉണ്ടായ കാലം മുതൽ അഭിലാഷെ നിലനിന്ന് നെഞ്ചു വിരിച്ച് നിങ്ങൾ ഈ പറയുന്ന മാതിരി പോരാടി നേടിയ വിജയമാണ് ഇന്ത്യ രാജ്യത്തെ BJPയുടേത്. ആ പോരാട്ട വീര്യമാണ്
ഇന്നലെ സർക്കാരുകൾക്ക് പറയാനും തിരിച്ചു നിന്ന് അത് ഉൾക്കൊള്ളാനും കഴിയാത്തവരുടെ ജനതയുടെ കേരളവും മാറുന്നില്ല അഭിലാഷേ. ശരി, അല്ല 3 MLA മാർ, അല്ല അത് ഞാൻ പറയാം, വിശദീകരിക്കാം. തിരിച്ചു വരേണ്ടി വന്നത് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഉങ്ങി. രാഷ്ട്രീയ പാർട്ടികൾ അതിന് കമ്മിറ്റി ചേർത്ത് തിരുത്തുന്നത് പോലെയല്ലോ സർക്കാരുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ തിരുത്തുന്നതിനെ കുറിച്ചല്ലേ. തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയുടെ സർക്കാർ 3 കർഷക നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് നടപ്പാക്കുമെന്ന് വാശി പിടിച്ചിട്ട് ഇല്ല, പിൻവലിക്കുകയാണ് ചെയ്തത്. കോടതി റദ്ദാക്കുകയല്ല, നരേന്ദ്രമോദി തന്നെ ഒരു ടെലിവിഷൻ അഡ്രസ് നടത്തിയിട്ട് ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. ജനകീയ സമ്മർദ്ദം കൊണ്ട് പിൻവലിക്കുന്നതോ നിലപാട് മാറ്റുന്നതോ ഒക്കെ അക്ഷന്തവ്യമായ അപരാധമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതൊക്കെ സ്വാഭാവികമായി നടക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അങ്ങ് നേരത്തെ ചോദിച്ചില്ലേ ഈ സംഘപരിവാർ നോമിനികൾക്ക് എന്താണ് കുഴപ്പം എന്ന്. നോക്കിപ്പോൾ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ആരെയൊക്കെ വെക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. പിന്നെ വിവിധ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമനാധികാരം വിവിധ സ്ഥാപനങ്ങളിൽ ആരെയൊക്കെ വെക്കുന്നു. സ്വാഭാവികമായിട്ടും സംഘപരിവാർ നോമിനികളാണ്. കാരണം എന്താ, മാൻഡേറ്റ് ഉണ്ട്. രാജ്യം ഭരിക്കാൻ രാജ്യത്തെ ജനങ്ങൾ BJPക്ക് മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സംഘപരിവാർ നോമിനികളെ വിവിധ സ്ഥലങ്ങളിൽ വെക്കുന്നു. എതിരഭിപ്രായം പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താ ഇവിടെ എതിരഭിപ്രായം പറഞ്ഞെന്താ? ഇവിടെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്, ഈ സംസ്ഥാനം ഭരിക്കാൻ മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത് നേരത്തെ LDF-നായിരുന്നെങ്കിൽ ഇപ്പോൾ UDF-നാണ്. അപ്പോയിന്റഡ് ആയിട്ടുള്ള ഗവർണർ വളഞ്ഞ വഴിയിലൂടെ, കേന്ദ്ര സർക്കാർ നേരിട്ട് ചെയ്യുന്നത് പോലെയല്ല, വളഞ്ഞ വഴിയിലൂടെ അപ്പോയിന്റഡ് ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെടാത്ത ഗവർണർ ചില ആളുകളെ മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നതിനെ കുറിച്ചാണ് നോമിനികളെ തിരികെ കയറ്റുന്നു എന്ന് പറഞ്ഞത്. അത് രണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം അങ്ങേക്ക് ബോധ്യപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ലാതെ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അതാണ് എന്നുള്ളത് കൊണ്ടല്ല. രണ്ട് വഴിയാണ്. നേരായ വഴിയിൽ വരണ്ടേ. കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ തന്നു പറയാം. ഒരു മിനിറ്റ് അഭിലാഷ്, ഒന്നിടപെട്ടോട്ടെ. നോക്കൂ, നിങ്ങൾ ഈ തർക്കം ഉന്നയിച്ചപ്പോ തങ്ങളെ ഏറ്റവും അധികം ആക്രോശിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, വെള്ളിത്തടികയിൽ വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്തില്ലേ? ഇതാ ചാൻസലർ പദവി എടുത്തോ എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് അഭിലാഷെ തിരിച്ച് അദ്ദേഹത്തിന് കൊടുത്തത്? ഇവിടെ നിങ്ങളും ഞാനും ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും വിയോജിക്കാം അഭിലാഷെ, പക്ഷേ UGCയുടെ മാനദണ്ഡ പ്രകാരം മാത്രമേ ഒരു ഗവർണർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ, ചാൻസലർ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചാൽ അഭിലാഷ് എന്ന വ്യക്തിക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാം. ഭരണഘടനയും ജനാധിപത്യവും രാജ്യത്തെ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഒരു ഗവർണർ ചാൻസലർ പ്രവർത്തിക്കുന്നതെങ്കിൽ പോകാം. പക്ഷേ ആ പോയിടത്തൊക്കെ അതിദയനീയമായി പരാജയപ്പെടുത്തി പൊട്ടിപ്പാളീസായി ഗവർണർ എന്ന നിലയിലുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ചാൻസലർ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം രണ്ടാണ്. ചാൻസലർ എന്നുള്ളത് ഒരു ഭരണഘടനാ പദവിയല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഉത്തരവാദിത്വം. നിങ്ങളെ കൊണ്ട് PMC ഒപ്പിടിപ്പിക്കും. ശരി, സമസ്തയല്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും ഞാൻ വെല്ലുവിളിക്കുന്നു. ശരി, ജിൻഡോ ജോൺ നിങ്ങളെ കൊണ്ടും PMC ഒപ്പിടിപ്പിക്കും. ശരി, അതാണല്ലോ ഇനിയുള്ള ചോദ്യം. ഒപ്പിട്ടത് നിങ്ങൾക്കും ചെയ്യേണ്ടി വരും. ശരി, ഓക്കെ. ജിൻഡോ ജോൺ, ഇവിടെ വളരെ വ്യക്തമായ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു LDF-ന്റെ ഭാഗത്ത് നിന്ന്. PM ശ്രീയിൽ ഒപ്പിടുമോ ഇല്ലയോ എന്താണ് നിലപാട്? അത് ക്ലാരിറ്റിയോട് കൂടി പറയാം, ആർക്കും പറയാം. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സർക്കാരിലും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സർക്കാരും കേരളമല്ലാതെ PM ശ്രീയിൽ വേറൊരു നിലപാടുള്ള സർക്കാരില്ല, നടപ്പാക്കാത്ത സർക്കാരില്ല. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് ഒക്കെ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. ആകെ രണ്ട് സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ ഇപ്പോൾ PM ശ്രീ നടപ്പാക്കാതെ ഉള്ളൂ. ഒന്ന് കേരളം, മറ്റൊന്ന് തമിഴ്നാട്. കോൺഗ്രസിന്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ആരെപ്പോൾ നടപ്പാക്കി എന്നുള്ളതിനപ്പുറത്ത് PM ശ്രീ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയമായ എതിർപ്പ് എന്ന് പറയുന്നത് എത്ര കാലം ഉണ്ടാവും? PM ശ്രീയെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് ഇതാ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന നിലപാട് പറയാൻ എപ്പോൾ പറ്റും? അല്ല അഭിലാഷേ, നമ്മൾ ഇതിൽ ഈ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. PM ശ്രീയിൽ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത് V ശിവൻകുട്ടി പോയി മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടു. അത് നല്ല പരിപാടിയാണ്, SSA ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഒപ്പിട്ടു. ഇതൊക്കെ ശരിയാണ്. ഞങ്ങൾ അന്നെടുത്ത സ്റ്റാൻഡ് PM ശ്രീയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒളിച്ചു കടത്താൻ നോക്കുന്നതിനെ ആശയപരമായിട്ട് എതിർക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം അന്ന് ഉയർത്തിയത് സ്വന്തം ക്യാബിനറ്റിലെ സഹമന്ത്രിമാരെ പോലും അറിയിക്കാതെ ഒളിച്ചു പോയി ഒപ്പിട്ടത് എന്താണെന്നുള്ള ചോദ്യമാണ്. ഞങ്ങൾ പറഞ്ഞ ചോദ്യം 2-ാം ദിവസം തൊട്ട് CPIയും CPIയുടെ മന്ത്രിമാരും ഉന്നയിച്ചിരുന്നു. അതും ആരും മറക്കാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് പ്രശ്നമാണ് അവിടെ ഉള്ളത്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം പോലും ലംഘിച്ച് അങ്ങനെ രഹസ്യമായി ഒപ്പിടേണ്ട എന്ത് അത്യാവശ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്? ഒന്നാമത്തെ കാര്യം. 2-3 വർഷക്കാലം അതങ്ങനെ നല്ലതാണെന്ന് V ശിവൻകുട്ടിക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് 3 വർഷക്കാലം അത് നടപ്പാക്കാതിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇനി ഞാൻ പറയട്ടെ അരുൺകുമാർ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഒരു മര്യാദ, അല്ലെങ്കിൽ ഞാനും ഇടപെടും. താങ്കൾ പറയുന്ന പോലെ തന്നെ ഞാനും ഇടപെടും. അപ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ അതിനുശേഷം ഇത് അല്ല ഞാൻ പറഞ്ഞ
അന്ന് ഒപ്പിട്ടു. ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയപരിപാടികൾ ഇവിടെ നടപ്പാക്കേണ്ടതുണ്ടോ? അതല്ലാതെ PM ശ്രീയുടെ മറ്റേ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ട്രക്ചറൽ ചേഞ്ചസ് മാത്രമാണ് നടത്തേണ്ടത്. അതിനപ്പുറത്ത് പാഠ്യപദ്ധതികൾ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ UDF-നോ കോൺഗ്രസിനോ സാധിക്കില്ല. ഇനി മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. പല കാലങ്ങളിലും BJP സർക്കാരായിരുന്നപ്പോൾ ഒപ്പിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അത് തുടരുന്നുണ്ട്. ഇതിനൊക്കെ പല സാഹചര്യങ്ങളാണ്. കേരളത്തിലെ പോലെയുള്ള സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളൊന്നുമല്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ മുമ്പിൽ നരേന്ദ്രമോദിയുടെ പടം വെച്ചിട്ട് വേണ്ടല്ലോ സർക്കാർ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് വികസിക്കാൻ. 70കളിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടൈം കോയിൻ ചെയ്യുമ്പോൾ കേരളത്തിലെ സർക്കാർ സ്കൂളുകളൊക്കെ ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം സംഭാവന ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ വരുമ്പോൾ അവരുടെ നയപരിപാടികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കാതെ സ്ട്രക്ചറൽ ചേഞ്ചസ്, സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ പരിശോധിച്ച് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായി അഭിപ്രായം പറയാൻ ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ നോമിനി അല്ല. അത് സർക്കാർ തീരുമാനിക്കും. അതിൽ നയപരമായിട്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ളത് അപ്പോഴാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, SDPI PDPയും കോൺഗ്രസിനെ നയിക്കുന്നില്ല ജയചന്ദ്രൻ മാഷെ, അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. ഇനി PDPയെ പോലുള്ള സംഘടനയുടെ പിന്തുണ കിട്ടി ഭരിക്കുന്നത് മോശപ്പെട്ട കാര്യമാണെങ്കിൽ കാശ്മീരിൽ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ PDPയുടെ പിന്തുണ വാങ്ങി ഭരിച്ചത് നിങ്ങളാണ്. അങ്ങനെയാണ് നിങ്ങൾ കാശ്മീരിലേക്ക് ചുവട് വെച്ച് കയറിയതെന്നും കൂടി നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ PM ശ്രീയിലെ ഫണ്ട് കൊടുത്തത് കൊണ്ട് മാത്രമാണോ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടാൻ പോകുന്നുള്ളൂ? ഉത്തരേന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് നിലത്ത് ഭക്ഷണം കിട്ടുന്ന സാഹചര്യമില്ലേ? ഉത്തരേന്ത്യയിലെ സ്കൂളുകളുടെ നിലവാരവും കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരവും താങ്കൾ വിഷമിക്കല്ലേ? ഞാൻ പോയിട്ടുണ്ടേ പറയുമ്പോ താങ്കൾ ആലോചിക്കണം. അല്ല, അദ്ദേഹം പറയട്ടെ, രണ്ടുപേരും ജയചന്ദ്ര മാഷെ ഒരു കാര്യം, ശ്രീ TP ജയചന്ദ്രൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു 1.5-2 മാസം മുമ്പ് ഗുജറാത്തിൽ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. താങ്കൾ 1.5 മാസം 2 മാസത്തിനുള്ളിൽ പോയിട്ടുണ്ട് ഗുജറാത്തില്? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാനൊരു 2 മാസത്തിനുള്ളിൽ ഗുജറാത്ത് പോയിട്ടുള്ള ആളാണ്. മനുഷ്യരെ കള്ളം പറഞ്ഞ് പറ്റിക്കില്ലേ? അങ്ങനെ പറ്റിക്കില്ലേ? BJP വന്ന് നരേന്ദ്രമോദിയുടെ പണം വെച്ചാലേ കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുള്ളൂ എന്ന് വിചാരിക്കാം. ശരി, തർക്കം വേണ്ട. ഓക്കെ, നമുക്ക് PM ശ്രീയിൽ ഗുജറാത്തിൽ പോയിട്ട് തന്നെ പറയുന്നത്. ശരി, ഓക്കെ, തർക്കം വേണ്ട. ഇടവേളയ്ക്ക് ശേഷം ബാക്കി ചർച്ച. അവസാനത്തെ 30 സെക്കൻഡിലാണ്. വളരെ ചെറിയ ഉത്തരം ശ്രീ അരുൺകുമാർ. NEP നടപ്പാക്കാതെ തന്നെ PM ശ്രീയിൽ ഒപ്പിടാം എന്നായിരുന്നല്ലോ അന്ന് വാദിച്ചത്. UDF അത് ചെയ്താൽ പിന്തുണയ്ക്കുമോ? ചെറിയ ഉത്തരം. ഒറ്റ കാര്യമുള്ളൂ. വളരെ സമയമെടുത്ത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞിട്ടും ഒപ്പിടുമോ ഇല്ലയോ എന്ന ചോദ്യം താങ്കളും ഞാനും ചോദിച്ചു. താങ്കൾക്ക് ഉത്തരം കിട്ടിയോ? എനിക്കൊന്നും മനസ്സിലായില്ല. വേണ്ടണം എന്ന് ആവർത്തിച്ചതല്ലാതെ ഒരു മറുപടിയും അദ്ദേഹം പറഞ്ഞില്ല. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് വരെ കോൺഗ്രസ് നടപടിയെടുത്ത, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2 തവണ നടപടിയെടുത്ത് മാറ്റി നിർത്തിയ B അശോകനെ വരെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് കൃത്യമായി വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ RSS ഉദ്ദേശിച്ചേക്കാൾ ഒരടി മുന്നിലാണ് ഞങ്ങൾ എന്ന് കോൺഗ്രസ് തെളിയിച്ചിരിക്കുന്നു. മറ്റു വിഷയങ്ങളിൽ ഞാൻ ചോദിച്ചല്ലോ, സെനറ്റ് നിയമനം, അതൊക്കെ നമുക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു. അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഇപ്പൊ സമയം പൂർണ്ണമായി അവസാനിച്ചു. 3 പേർക്ക് വളരെ നന്ദി.